നമുക്കാരെയാ പേടി? നമുക്കാരെയാ പേടി? എടോ, ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും. അതിന് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാൽ, അല്ലാഹ് കേറിയാൽ അവന് ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ചരിത്രം പഠിച്ചവരാ നമ്മൾ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു മൂസാ നബി അലൈഹിസ്സലാമിനോട് ചെന്നിട്ട് ദഅവത്ത് നടത്താൻ. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിന് പോയി. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തിന് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എവിടെ ചെന്നിട്ട്? ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട്. എന്നിട്ട് മൂസാ നബി തന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു, പാമ്പായി കാണിച്ചു കൊടുത്തു, പലതും കാണിച്ചു കൊടുത്തു. അപ്പൊ ഫിർഔൻ പറഞ്ഞ മറുപടി, മൂസാ, ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ, എന്റെ അടുക്കലും ഉണ്ടടാ നിന്നെക്കാലം നല്ലവര്, നിന്നെക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവർ എന്റെ കൂടെയുണ്ട്. കാണണോ? ഒരു മത്സരം നടത്താൻ നമുക്ക്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പേടിച്ചു പോകരുത്, വാ, നിന്റെ ആൾക്കാരെയും കൂട്ടി എന്റെ ആൾക്കാരെയും കൂട്ടി നമുക്ക് ഒരുമിച്ചൊരു മത്സരം നടത്താം. അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔനും തന്റെ അനുയായികളും കടന്നു വന്നു. മൂസാ നബി അലൈഹിസ്സലാം കടന്നു ചെന്നു. ഫിർഔനിന്റെ കൂടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന വടി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകളെ മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ. ഇത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്ന ആൾക്കാരിൽ ചിലര് പറഞ്ഞു, റബ്ബി മൂസാ വ ഹാറൂൻ. ഇവിടെന്ന് പറഞ്ഞു, മൂസ പറയുന്നത് ശരിയാ, ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔനിന്റെ കൂടെ നിന്നവരാ പറഞ്ഞത്. ഫിർഔനിന്റെ കൂടെ നിന്നവര് പറയാ, മൂസ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂസ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയേണ്ട താമസം ഫിർഔൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മൂസാ നബിയുടെ കൂടെ മുസ്ലിമായിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ, മുസ്ലിമായിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ. അവരോട്, മൂസാ നബിയുടെ കൂടെ കൂടിയവരോട് ഫിർഔൻ പറഞ്ഞ ഒരു മറുപടി, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും. ആരാ പറയുന്നത്? ഫിർഔനാണ്. ആരാ പറയുന്നത്? സാക്ഷാൽ ഫിർഔനാണ് പറയുന്നത്. മൂസാ നബിയുടെ കൂടെ കൂടിയ തന്റെ അനുയായികളെ കുറിച്ച്, നിങ്ങളെ എല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും, നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. നമ്മളെ പോലെ 40 കൊല്ലമൊന്നും അവര് മുസ്ലിമായി ജീവിച്ചില്ല. മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ. അവർ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചിട്ട് മിനിറ്റുകളെ ആയുള്ളൂ. ആ കുറഞ്ഞ സമയം മാത്രം പ്രായമുള്ള മുസ്ലിമീങ്ങളെ പറഞ്ഞു മൂസാ നബിയുടെ കൂടെ കൂടിയവർ അവര് ഫിർഔനിനോട് പറഞ്ഞു, എടാ, നീ ദുനിയാവിൽ വെച്ചല്ലേ ഞങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളൂ, ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ, കൂടിപ്പോയാ നീ ഞങ്ങളെ കൊന്നുകളയും. പക്ഷേ നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചിട്ട്, നാളെ പരലോകത്ത് വെച്ചിട്ട് നിനക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഫിർഔനിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് തന്നെയാണ് അള്ളയും പറഞ്ഞത്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബ് കേറിയാ പിന്നെ അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും പേടിയില്ല. എന്റെ വാഴ കേൾക്കുന്ന പെങ്ങളെ, വെറുതെ വാഴ
വഅദ് കേട്ടാ പോരാ, ആ കേൾക്കുന്നതും പറയുന്നതും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കയറണം പെണ്ണ്. എത്ര വഅദ് കേട്ടിട്ടും ജീവിതത്തിൽ മാറ്റമില്ലാത്ത സഹോദരിമാരുണ്ടല്ലോ. എങ്ങനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തുള്ള എല്ലാവരോടും പറയുകയാ, ലോകത്തുള്ള എല്ലാവരോടും ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ, ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കാൻ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാ. ഈമാനിന്റെ വിഷയത്തിൽ കണ്ടുപഠിക്കേണ്ടതൊരു പെണ്ണിനെയാണ്. ഏത് പെണ്ണാണെന്നറിയുമോ? പ്രവാചകന്റെ ഭാര്യയല്ല, പ്രവാചകന്റെ മകളല്ല, പ്രവാചകന്റെ കുടുംബമല്ല. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുകയാ, ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടതൊരു പെണ്ണിനെയാണ്. ഏത് പെണ്ണിനെയാണെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു വരികയാ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലോകം പടച്ചതാരാണ്? അല്ലാഹുവേ. മൂസാ നബി ഫിർഔനിനോടെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പറയുന്ന പ്രഭാഷണം, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊട്ടാരത്തിലുള്ള പലരും കേൾക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിക്കുന്ന, അല്ലാഹുവിന്റെ ദീനിനെ മറന്നു നടക്കുന്ന, പടച്ചറപ്പിനെ പേടിയില്ലാത്ത പെങ്ങള്, അതാ പടച്ചവനെ ഒരു പെണ്ണിനെ കാണുകയാണ്. ആ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ് മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാഷിത്ത. ആ മാഷിത്ത മൂസാ നബി ഇങ്ങനെ പറയുന്ന പ്രഭാഷണം കേൾക്കുകയാണ്. മാഷിത്ത മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു നബിയേ. മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പടച്ചവനെ, അതാ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണാണ്. അങ്ങനെ മാഷിത്തയും തന്റെ ഭർത്താവും മുസ്ലിമാവുകയാണ്. പടച്ചവനെ, ഒരു ദിവസമുണ്ടല്ലോ ഫിർഔനിന്റെ മകൾക്ക് മുടി ചീകുകയാണ്. ഫിർഔനിന്റെ മക്കളുടെ മുടി ചീപ്പങ്ങ് താഴെ വീഴുകയാ. അതാ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ആ താഴെ വീണ ചീപ്പെടുക്കുമ്പോ അവിടെന്ന് പറഞ്ഞു അല്ലാഹ്, അവിടെന്ന് പറഞ്ഞു അല്ലാഹ്. ഫിർഔനിന്റെ മകള് ചോദിക്കുകയാ, അല്ലാഹയാരാ, അല്ലാഹയാരാ? നിങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അതാ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, അല്ലാഹയാരാ? പറഞ്ഞു കൊടുത്തു, അത് മൂസയുടെ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. മൂസയുടെ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അല്ലാഹനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ റബ്ബ്, അതാണ് പടച്ച റബ്ബ് എന്ന് മൂസാ നബിയുടെ ഫിർഔനിന്റെ മകളോട് മാഷിത്ത ബീബി പറഞ്ഞു കൊടുക്കുകയാണ്. മാഷിത്ത ബീബി പറഞ്ഞു കഴിയുമ്പോ ഫിർഔനിന്റെ മകള് നേരെ ഫിർഔനിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, വാപ്പാ, നിങ്ങളാ പറയുന്നത് നിങ്ങളാണ് റബ്ബെന്ന്. എന്നാ മാഷിത്ത പറയുകയാണ്, നിങ്ങളെ പടച്ച വേറെ ഒരു റബ്ബുണ്ടെന്ന്, ആ റബ്ബിന്റെ പേര് അല്ലാഹയാണെന്ന്. പടച്ചവനെ, ഫിർഔനിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മാഷിത്ത ബീബി പറഞ്ഞു, നീ പുതിയ മതം കളയണം, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഈ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ് നീ. പടച്ചവനെ, ഫിർഔന് പറഞ്ഞിട്ട് മാഷിത്ത തയ്യാറാകുന്നില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും മാറുന്നില്ല. പലരും അറിഞ്ഞു തുടങ്ങി, കൊട്ടാരത്തിൽ പലരും അറിഞ്ഞു. ചർച്ചയായി പെങ്ങള്, നാണക്കേടായി പെങ്ങള്. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ഒരു പെണ്ണ് മുസ്ലിമായിരിക്കുകയാ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി അവസാനം അവരൊരു തീരുമാനമെടുത്തു, ഇനി ഒരാളും മതം മാറാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു ശിക്ഷ വേണം കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, അതിനെന്ത് ചെയ്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. റബ്ബേ, തിളപ്പിച്ച എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്നു മാഷിത്താര നിർത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മാഷിത്താ, നീ അല്ലാഹ്
സാഹിബിനെ വലിച്ചെറിഞ്ഞിട്ട് വരുമോ മാസിത? തിളയ്ക്കുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുമ്പോ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, ഞാൻ അല്ലാഹനെ വലിച്ചെറിയൂല. മാഷിത്തയോട് പറഞ്ഞു, മാഷിത്ത വേണ്ട മാഷിത്ത. മാഷിത്ത സമ്മതിക്കാതെ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ പിടിച്ച് കെട്ടുകയാണ്. എന്നിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് ഞങ്ങൾ കരിക്കും മാഷിത്ത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ അനങ്ങുന്നില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു പെങ്ങള് അതിനകത്തിട്ട് കരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ കണ്ണിന്റെ മുമ്പിൽ കടന്നു മരിക്കുകയാണ്. അല്ലാഹുവേ, മാഷിത്താന്റെ പൊന്നാര മകളെ പിടിച്ചു കൊണ്ടുവരികയാണ്. തന്റെ മൂത്ത മകളെ പിടിച്ചു കൊണ്ടുവന്നു. ഇതുപോലെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുന്നു, മാസിത്ത മതം മാറുമോ മാസിത്ത? ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു. ഇത് നീ നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നുമോളാണ്, ഇതിനെ കൊല്ലണോ മാസിത്ത? മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ തയ്യാറായില്ല. തന്റെ പൊന്നാര മകളെ അതിനകത്തിട്ട് കരിക്കുകയാണ്. പടച്ചവനെ, രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? മാഷിത്ത ബീബി ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ്. അവർക്ക് വാശിയായി, അവർക്ക് ദേഷ്യമായി. പടച്ചവനെ, പിന്നെ ആരെയാണ് പിടിച്ചതെന്നറിയോ? മാഷിത്ത ബീവിക്ക് പാല് കുടിക്കുന്ന ഒരു മോനുണ്ട്. പാല് കുടിക്കുന്ന ഒരു പൊന്നുമോന് മാഷിത്തയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ പിടിക്കാൻ വരുമ്പോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പതറുകയാ. ഇതേതെങ്കിലും ഒരു സീരിയലിന്റെ കഥയല്ല ഉമ്മ. ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാ നിനക്ക് പഠിക്കാൻ കഴിയുന്ന ചരിത്രമാണ്. ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ചോദിക്കുമ്പോ മാഷിത്ത കൊടുക്കുന്നില്ല, മാഷിത്ത കൊടുക്കുന്നില്ല. കാരണം പടച്ചവനെ, നൊന്തു പ്രസവിച്ച പൊന്നുമോനാട്, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞാട്. ആ പൊന്നുമോനെ വിടാ മനസ്സു വരുന്നില്ല. അല്ലാ പടച്ചവനെ, മാഷിത്ത തന്റെ കുഞ്ഞിനെ കൊടുക്കാതെ വന്നപ്പോ എല്ലാവരും ചിരിക്കുകയാ. മാഷിത്ത തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ ഉമ്മ കരയുകയാ. എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാ. തന്റെ പൊന്നാര മകനെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് മാഷിത്ത നിന്ന് കരയുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ വാക്കെന്തെന്നറിയുവോ? യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. ആ പാല് കുടിക്കുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുന്നു, യാ ഉമ്മ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് സ്വർഗമില്ലേ ഉമ്മ? നമ്മൾ സ്വർഗത്തിലല്ലേ ഉമ്മ? ധൈര്യമായിട്ട് എന്നെ വിടുമ്മ. ആ പാല് കുടിക്കുന്ന കുഞ്ഞവിടെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. എല്ലാവരും കേട്ടടോ, എല്ലാവരും കേട്ടടോ. അവസാനം ആ ചോരക്കുഞ്ഞിനെയും തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. റബ്ബേ, അവസാനം മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാഷിത്തേനെ അവസാനം കൊല്ലാ സമയമായപ്പോ ഫിറഔന് ചോദിച്ചു, മാഷിത്ത നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഒരുപാട് കാലം ഭക്ഷണം വിളമ്പി തന്നവളല്ലേ, എന്റെ മക്കളെ സ്നേഹിച്ചവളല്ലേ, അതുകൊണ്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ ഞങ്ങൾ
എല്ലാവരെയും കൂടെ ഒരേ ഒരു കുഴിക്കകത്തിട്ട് മൂടണേ. പെങ്ങളെ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ആ മഹ്ദിയെയും അവിടെ ഇട്ട് കരിക്കുകയാണ്. പടച്ചവനെ മാഷിത്ത ബീബി ലോകത്തോട് വിട പറയുകയാണ്. ഇതൊരാള് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊരാള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കാണുന്നതെന്നറിയോ? ഈ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ. ഈ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെങ്ങളെ ലോകത്ത് ഒരേ ഒരു വഅദ് കേട്ടിട്ട് അല്ലാഹ് നിന്നെ പോലെ ആസിയ ബീബി നൂറുകണക്കിന് വഅദൊന്നും കേട്ടില്ല. മൂസാ നബി ഫിർഔനിനോട് പറയുന്ന ഒരേ ഒരു വഅദ് കേട്ടുള്ളൂ. ആ കേട്ടവളാണ് ആസിയ ബീബി ഇത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിർഔനാണെങ്കിൽ പടച്ചവനെ ആസിയ ബീവിയുടെ മുമ്പിലേക്ക് കടന്നു തന്നപ്പോ അവിടെന്ന് ചോദിച്ചു, ആസിയ ഞാനല്ല റബ്ബെന്ന് പറഞ്ഞ ഒരു പെണ്ണിനും മക്കൾക്കും ഞാൻ കൊടുത്ത ശിക്ഷ നീ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അവളുടെ മക്കൾക്ക് ഞാൻ കൊടുത്ത ശിക്ഷ നീ കണ്ടില്ലേ ആസിയ? നിനക്ക് നോക്കിയിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആ പെണ്ണു പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? ആ പെണ്ണു പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നീ റബ്ബല്ലല്ലോ, റബ്ബി മൂസ. ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസ പറഞ്ഞ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ടൊരു പേടിയുമില്ലാതെ ആസിയ പറഞ്ഞടോ, ഫിർഔന് തകർന്നു പോയ സമയമാണ്. തന്റെ ഭാര്യ മുസ്ലിമായിരിക്കുകയാണ്, തന്റെ ഭാര്യ മുസ്ലിമായിരിക്കുകയാണ്. പടച്ചവനെ ആസിയ ബീവിയെ ഫിർഔന് വിവാഹം കഴിച്ചത് പോലും ഗ്ലാമർ കണ്ടട്ടാ. അത്രയും സുന്ദരിയായിരുന്നു ആസിയ. ആസിയ ബീവിയെ കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ടടോ. അവിടെ പട്ടിണിക്കിട്ട് ഒന്നും കൊടുക്കാതെ മതം മാറാൻ പട്ടിണി കിടന്നിട്ട് ആസിയ ബീവിയുടെ മനസ്സു മാറിയില്ല. അവസാനം എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ആസിയാനെ പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. പീഡനങ്ങൾ ചെയ്തു നോക്കി, ആസിയ ബീവി പതറിയില്ല. അവസാനം പടച്ചവനെ നാണക്കേട് സഹിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ടവള് മതം മാറിയെന്ന് മനസ്സിലാക്കി. നാട്ടുകാരറിഞ്ഞപ്പം നാണക്കേടായി. അവസാനം എന്ത് ചെയ്തെന്നറിയോ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് അവിടുന്ന് പഠിപ്പിച്ച കമ്പി കുത്തി ഇറക്കിയടോ. ആ സമയത്തും ആസിയ പറഞ്ഞത് എന്തെന്നറിയുമോ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അധികാരം കിട്ടുമ്പോ, സമ്പത്ത് കടന്നു വരുമ്പോ, സുഖം കടന്നു വരുമ്പോ, വിദ്യാഭ്യാസം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ മറന്നു കളയുന്ന പെണ്ണുങ്ങളോട്, അല്ലാഹുവിന്റെ ദീനിനെ മറക്കുന്നവരോട് ഞങ്ങളൊക്കെ വാത് പറയുമ്പോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? ഉസ്താദേ, നിങ്ങൾ പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുമോ? നിങ്ങൾ പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുമോ? പെങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഫിർഔൻ. അവനെ പോലെ ഈ ദുനിയാവിൽ സുഖിച്ച വേറെ ഒരാളില്ല. അവനെ പോലെ ജീവിച്ച വേറൊരുത്തനുമില്ല. ആ ഫിർഔന് കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ട് മതിവരാതെ കടലിന്റെ നടുക്കത്ത് പോയി കടന്ന് വ്യഭിചരിച്ചവനാ ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞ തലവെട്ടുന്നവന്റെ വീടിനകത്ത്, അവന്റെ ബെഡ്റൂമിനകത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവളാ ആസിയ. ആ കൊട്ടാരത്തിന്റെ അകത്ത് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവളാ ആസിയ. അല്ലാഹുവേ, ആസിയ മരിക്കുന്ന സമയത്ത് പടച്ചവനോട് പറഞ്ഞതെന്താ? പടച്ചവനെ, ഫിർഔനിന്റെ കൊട്ടാരവും അവന്റെ ആഡംബരങ്ങളും ആ സുഖവാസങ്ങളും എനിക്ക് വേണ്ടത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന.
എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം തമ്പുരാന്. പെങ്ങളെ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹ് പറഞ്ഞ വാക്ക്, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കൂ, നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കൂ. ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതാടോ ഞാനും പറഞ്ഞത്. ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിക്കഴിഞ്ഞാൽ, അല്ലാഹയാരാണെന്നറിഞ്ഞാൽ അവന്റെ പേടി നഷ്ടപ്പെടുകയാണ്. അവനൊന്നിനെയും ഭയമില്ല, അവന് മരണത്തെയും ഭയമില്ല, അവൻ എന്ത് ശിക്ഷ കിട്ടിയാലും അവന് ഭയമില്ല, അവനെ എന്ത് ചെയ്താലും അവന് പേടിയില്ല. ഒരു വല്ലാത്ത ധൈര്യമാണ്, വല്ലാത്ത ധൈര്യമാണ്. പടച്ചവനെ, ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ ചരിത്രം പഠിച്ചവനല്ലേ. ഹജ്ജാജ് ഞാനാണ് ദൈവമെന്ന് പറഞ്ഞു നടന്നവനാണ്. ആ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി, അവന്റെ മുമ്പിലേക്കാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുചെല്ലുന്നത്. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്നു. എന്നിട്ട് പറഞ്ഞു, ഹജ്ജാജ് പറഞ്ഞു, ഞാനാണടാ, എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഞാനാണ് റബ്ബെന്ന് പറയണം. പടച്ച റബ്ബേ, ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കള്ളനാടാ, നീ കള്ളനാടാ, നീ കള്ളനാടാ, നിന്നെ എങ്ങനാ ഞങ്ങൾ വിശ്വസിക്കുക? നീ കള്ളപ്രവാസികളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതിന്റെ കോപം കാരണം അവിടെ ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തലവെട്ടാൻ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹജ്ജാജിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവൻ പറഞ്ഞു, അവിടെ നിന്ന് എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞു, ഞാൻ നബിയാണെന്ന് പറയാൻ, എന്നെ കൊണ്ട് വിശ്വസിക്കണം. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ കള്ളനാടാ. എവിടെ? അവന്റെ കൊട്ടാരത്തിൽ പോയി ഇരുന്നിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, കൊന്നുകളയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിയിട്ട് കഴുത്ത് വെട്ടിമുറിക്കാൻ കൊണ്ടുവന്ന് കിടത്തി. കഴുത്ത് വെട്ടിമുറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കിടത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കഴുത്ത് വെട്ടാൻ വന്ന മനുഷ്യൻ നോക്കുമ്പോ ഹജ്ജാജ് കൽപ്പന നടത്തി. കഴുത്ത് വെട്ടാൻ വരുന്ന ആള് നോക്കുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കാം. അയാളെ കൈവറച്ചു. ഹജ്ജാജ് പറഞ്ഞു, ഞാൻ തലവെട്ടാം. ഹജ്ജാജ് പറഞ്ഞു, എനിക്ക് പേടിയില്ല, ഞാൻ തലവെട്ടാം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിമുറിച്ചു. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അവിടെ നിന്ന് തല വെട്ടിമുറിച്ചപ്പോ പൈപ്പ് പൊട്ടികെട്ട് ഒഴുകുന്നത് പോലെ രക്തം അങ്ങോട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഹജ്ജാജ് കൊലയെല്ലാം നടത്തിയതിനു ശേഷം തന്റെ വൈദ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഒരുപാട് പേരെ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം പോലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല, ഇവന്റെ രക്തം മാത്രം പോകാനുള്ള കാരണം എന്താ? ഞാൻ ഒരുപാട് പേരെ എന്റെ കൈകൊണ്ട് ഇവിടിട്ട് തലവെട്ടി കൊന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം പോലും ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തു പോയിട്ടില്ല, ഈ സഈദിന്റെ രക്തം മാത്രം പോകാൻ കാരണം എന്താ? ആ സമയത്താണ് വൈദ്യന്മാര് പറഞ്ഞു കൊടുത്തു, സാധാരണ കൊല്ലാൻ കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ ചത്തിട്ടുണ്ടാകും, കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ പേടിച്ച് മരിച്ചിട്ടുണ്ടാകും, ഇവിടെ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുന്നു, അത്രയേ ഉള്ളൂ. ഈ ചങ്ങാതിക്ക് മരിക്കാൻ പേടിയില്ല. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഭയമില്ലായിരുന്നോ? ഇവിടെ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാൽ അവൻ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം, അവന്റെ ഭയം നഷ്ടപ്പെടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.